അശ്വതിക്ക് വായിക്കാമോ? ആ, 70. വായിക്കട്ടെ. ഏഷാ ബ്രാഹ്മേ സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാ സ്യാമന്തകാലേപി ബ്രഹ്മനിർവാണമുച്യത്തെ. എല്ലാ ആഗ്രഹങ്ങളെയും പരിത്യജിക്കുക എന്നതിന് അഹങ്കാരത്തെ നിശേഷം നശിപ്പിക്കുക എന്നാണ് അർത്ഥം. എന്നിൽ നിന്ന് അഹങ്കാരം നീങ്ങിയാൽ ഞാൻ തന്നെ ഇല്ലാതാവില്ലേ? ഇല്ല. അഹങ്കാരം നമ്മുടെ യഥാർത്ഥ സ്വരൂപമല്ല, വ്യാജരൂപമാണ്. അത് വെടിയുമ്പോൾ നാം നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തിൽ, ആത്മതത്വത്തിൽ തിരിച്ചെത്തും. ഓരോ വ്യക്തിയിലും കുടികൊള്ളുന്ന ചൈതന്യം തന്നെ സർവാധാരമായ ബ്രഹ്മം എന്നതിനാൽ ആത്മസാക്ഷാത്കാരവും ബ്രഹ്മാനുഭൂതിയും ഒന്നുതന്നെ, രണ്ടല്ല. അഹന്ത നീങ്ങുമ്പോൾ ഉളവാകുന്ന ആത്മാനുഭൂതിയാണ് ഇവിടെ ബ്രാഹ്മി സ്ഥിതി അല്ലെങ്കിൽ ബ്രഹ്മനിഷ്ഠ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ബ്രഹ്മനിഷ്ഠ കൈവന്നാലും വീണ്ടും വ്യാമോഹത്തിൽ അകപ്പെടാനും അഹങ്കാരം തിരിച്ചു വരാനും അങ്ങനെ സംസാര ദുരിതങ്ങൾ അനുഭവിക്കാനും ഇടയില്ലേ? ഇല്ല. ആത്മതത്വം സാക്ഷാത്കരിച്ചാൽ പിന്നെ പഴയ വ്യാമോഹത്തിൽ പതിക്കില്ല. മാത്രവുമല്ല, ഈ അനുഭൂതി ബ്രഹ്മനിഷ്ഠ ചെറുപ്പകാലം മുതൽ ഉണ്ടാവണമെന്നുമില്ല. ജീവിതാന്ത്യത്തിലെങ്കിലും കൈവന്നാൽ മതി. മിഥ്യയെ തള്ളിക്കളഞ്ഞ് സത്യത്തെ കണ്ടെത്തുക എന്നത് ഉപനിഷത്ത് വിചാര രീതിയത്രേ. അഹങ്കാരം മിഥ്യയാണ്, ആത്മാവാണ് സത്യം. മിഥ്യയായ അഹങ്കാരത്തെ തള്ളിക്കളഞ്ഞാൽ സത്യാനുഭൂതി, ആത്മസാക്ഷാത്കാരം നേടാം. അതിനുള്ള സുഗമ മാർഗമാണ് ഗീതയിലെ കർമ്മയോഗം. കാമരാഗങ്ങളോ അഭിമാനമോ ഇല്ലാതെ നിസ്സംഗഭാവത്തിൽ കർമ്മം ചെയ്യുമ്പോൾ അഹങ്കാരത്തിന് തലപൊക്കാൻ ഇടകിട്ടില്ല. ആത്മാനുഭൂതി ആത്മാനുഭൂതിക്കുള്ള സാഹചര്യങ്ങൾ ഒത്തുവരികയും വേദാന്ത സാധനയായ ധ്യാനത്തിന്റെ ഫലം തന്നെ കർമ്മയോഗം കൊണ്ട് നേടാം. ഇത് വേണ്ട പോലെ മനസ്സിലാക്കാൻ കഴിയാത്ത അർജുനന്റെ ആശയക്കുഴപ്പത്തെ ചോദ്യരൂപത്തിൽ പ്രകടമാക്കിക്കൊണ്ടാണ് അടുത്ത അധ്യായം ആരംഭിക്കുന്നത്. അതിനുത്തരമായി 3-ാം അധ്യായത്തിൽ കർമ്മയോഗത്തെ വിസ്തരിച്ചുപന്യസിക്കുന്നു. സാങ്കേതികത്തിലെ അവസാനത്തെ ശ്ലോകമാണിത്. യേഷാം ബ്രാഹ്മീ സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വസ്യാമന്തകാലേപി ബ്രഹ്മനിർവാണം ഋച്ഛതി. അർജുന, ഇതാണ് ബ്രഹ്മനിഷ്ഠ. ഇത് നേടിയാൽ പിന്നെ സംസാരത്തിൽ ഭ്രമിച്ചു പോവില്ല. ജീവിത അവസാന കാലത്തെങ്കിലും ഇതിൽ നിഷ്ഠ കിട്ടിയാൽ ബ്രഹ്മനിർവാണം പ്രാപിക്കുന്നു. ബ്രഹ്മനിഷ്ഠ നമ്മൾ ഈ സ്ഥിതപ്രജ്ഞനാവും ആയിക്കഴിഞ്ഞാൽ, എന്തായാലും ജീവൻ മുക്തി നേടിക്കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മനിർവാണം. അപ്പം ഈ ബ്രഹ്മനിഷ്ഠ, ബ്രഹ്മനിർവാണം തന്നെയാണ് ബ്രഹ്മനിഷ്ഠയും. ആ ബ്രഹ്മത്തിൽ ഉറച്ച് നിഷ്ഠയായി ഫിക്സായി എന്നുള്ള എല്ലാ ആഗ്രഹങ്ങളെയും പരിത്യജിക്കുക എന്നതിന് അഹങ്കാരത്തെ നിശേഷം നശിപ്പിക്കുക എന്നാണ് അർത്ഥം. എല്ലാ ആഗ്രഹങ്ങളെയും പരിത്യജിക്കുക. നമ്മൾ ആഗ്രഹങ്ങൾ പരിചയിക്കുക എന്ത് വെച്ചാൽ അഹങ്കാരം. ആരാ ഈ ആഗ്രഹമെല്ലാം അനുഭവിക്കുന്ന ആരാ? ഞാനാണ്. ഞാൻ എന്ന ഭാവമാണ്. ഈ ജീവാത്മാവാണ് അനുഭവിക്കുന്നത്. പക്ഷേ ജീവാത്മാവ് ഇപ്പൊ നമ്മളിൽ എങ്ങനെയാണ് ഇതാവുന്നത്? നമുക്ക് ജീവാത്മാവ് എന്നുള്ളത് തോന്നലുണ്ടോ? എനിക്ക് ദുഃഖമാ, എനിക്ക് നല്ല സുഖമായിരുന്നു, സുഖമായിട്ട് ഉറങ്ങി എന്നൊക്കെ. ഈ ഞാൻ എന്ന ഭാവമാണ് ഈ അനുഭവങ്ങളെ. അതാ എല്ലാ ആഗ്രഹങ്ങളെയും പരിത്യജിക്കുക എന്നതിന് ഞാനെന്ന ഭാവത്തിനെ നിശേഷം നശിപ്പിക്കുക എന്നാണ് അർത്ഥം. എന്നിൽ നിന്ന് അഹങ്കാരം നീങ്ങിയാൽ ഞാൻ തന്നെ ഇല്ലാതാവില്ലേ? ഞാൻ എന്ന് പറഞ്ഞൊരു ഞാനെ അങ്ങ് നീക്കിക്കളഞ്ഞപ്പോൾ ഞാനില്ലല്ലോ. അങ്ങനെ നമുക്കൊരു പേടിയുണ്ട്. നമുക്കില്ലാതെ കാരണം ഇതൊക്കെ കുറച്ച് ധ്യാനിക്കുമ്പോഴൊക്കെ നമുക്ക് എല്ലാവർക്കും ഭയം വരും. ഈ ധ്യാനം അഭ്യസിക്കുമ്പോൾ നമുക്കറിയാം, നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങ് വിട്ടുപോകുമോ എന്നുള്ള നമുക്കൊരു ഭയം വരും. അത് ചിലർക്കൊക്കെ അറിയാം. ഈ എന്നിൽ നിന്ന് അഹങ്കാരം നീങ്ങിയാൽ ഞാൻ തന്നെ ഇല്ലാതാവില്ലേ? നമ്മൾ ഇല്ലാതാവുന്ന ഒരു സ്ഥിതി നമ്മൾ ഇങ്ങനെ ഇപ്പൊ അത് നമ്മുടെ ഈ ഞാനാണ് ഇപ്പൊ നമ്മുടെ ഈ റിയൽ ലൈഫിൽ, ഈ റിയൽ ലൈഫ് എന്ന് വെച്ചാൽ നമ്മളിപ്പോ കാണപ്പെടുന്ന ലൈഫിൽ ഈ ശരീരവും നമ്മളെല്ലാവരും കാണുന്നുണ്ട് ഇങ്ങനെ. ഇതൊന്നും സത്യമല്ല. സത്യമല്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? നമ്മളിങ്ങനെ പലത് കാണുന്നു, അത് കാണുന്നു, ഇതൊന്നും സത്യമല്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്തുവാ? സത്യമല്ല. ഈ കാണുന്ന ഒന്നും സത്യമല്ല, മിഥ്യയാണ്, ഭ്രമമാണ്. സത്യവും മിഥ്യയും. സത്യം എന്ന് വെച്ചാൽ
നമ്മൾ സത്യത്തിനെ നമ്മൾ വേറെ രീതിയിൽ എടുത്തിരിക്കുക. കാരണം ആ സത്യം എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്ത ഒരു വസ്തു ഇവിടെ ഏതാ? പരമാത്മ ചൈതന്യം മാത്രമാണ്, പരമാത്മാവ് മാത്രമാണ്. ആ ഈശ്വര ചൈതന്യം മാത്രത്തിനാണ് ഇവിടെ മാറ്റവേ ഇല്ല. അത് ദേശകാല പരിമിതികളില്ലാതെ അങ്ങനെ പറയും. വെച്ചാല് കൃതയുഗം തൊട്ട് ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, പിന്നെ ഇതിങ്ങനെ വ്യാപിച്ചു കിടക്കുക. അതിന് ദേശകാല പരിമിതി, അതൊരു എങ്ങോട്ടും മാറാനൊക്കത്തില്ല. അങ്ങനെ അതിനേ ഉള്ളൂ മാറ്റമില്ലാത്തതിനെയാണ് പറഞ്ഞ സത്യം എന്ന്. സത്താണത്. മറ്റേത് അസത്യം അല്ലെങ്കിൽ മിഥ്യ. അസത്യം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതെന്നോ, മിഥ്യ എന്ന് പറഞ്ഞാൽ ശൂന്യം എന്നുള്ള അല്ല എൻ്റെ അർത്ഥം, മാറ്റമുള്ളത്. ഇപ്പൊ നമ്മൾ കാണുമ്പോൾ നമ്മൾ നമ്മൾ പരസ്പരം കാണുന്നുണ്ടല്ലോ, ഇത് സത്യം ഇല്ലയോ? നമ്മൾ കാണുന്നുണ്ടല്ലോ. ഈ സത്യം എന്ന് പറഞ്ഞാൽ എന്താ? സത്യത്തിനെ നമ്മൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. എന്തുവാണ് ഈ സത്യം? മാറ്റമില്ലാത്തത്. അപ്പം നമ്മൾ കാണുന്നതെല്ലാം മാറാത്ത സംഗതികളാണോ? ഇന്ന് കാണുന്നതല്ല നാളെ കാണുന്നതല്ല മറ്റന്നാൾ. ഇങ്ങനെ ഓരോന്നും മാറിക്കൊണ്ടിരിക്കുക. അല്ലാതെ അത് ഇല്ലാത്തതെന്നുള്ളതല്ല. മിഥ്യേതിന്റെ അർത്ഥം അങ്ങനൊന്നും ഇല്ലെന്നുള്ളതല്ല. ഇന്ന് കാണുന്നു, അത് നാളെ മാറും. നാളെ കാണുന്നത് പിന്നെ മാറും. ഇങ്ങനെ നമ്മുടെ എത്രയോ ശരീരങ്ങൾ, ജനിച്ചപ്പോൾ ശരീരമല്ല നമ്മുടെ ഇപ്പോൾ. ആ ശരീരം എവിടെ പോയി? അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതൊരു നദിയുടെ കൂട്ടാ. നമ്മുടെ ജീവിതം ഒരു നദിയുടെ കൂട്ടാ, ഒഴുകിക്കൊണ്ടിരിക്കുക. ഞാനിങ്ങനെ പല ശരീരങ്ങളിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസവും നമ്മുടെ ശരീരം പുതിയതായിക്കൊണ്ടിരിക്കുക. ശരീരം ഒരു ഒഴുക്കിലാണ്. അപ്പം ഈ ഒഴുക്കില് നമ്മൾ പോകുമ്പോൾ നമ്മൾ അറിയുന്നില്ല. നമ്മളില്ല ഇപ്പൊ ഒരു ഒഴുക്കുള്ള വെള്ളത്തിൽ നദി കൂടെ ഈ തടികൾ ഇങ്ങനെ ഒഴുകി പോകുന്ന കണ്ടിട്ടില്ല നമ്മളെ? എന്ന് പറയുന്ന പോലെ ഇന്നത്തെ നമ്മുടെ സാധാരണ ജീവൻ എന്ന് പറയുന്നത് മലവെള്ളപ്പാച്ചിലിൽ ഇങ്ങനെ നദി കൂടെ വെള്ളം ഇങ്ങനെ വരുമ്പം തടികളൊക്കെ ഒഴുകി വരുന്ന പോലെ നമ്മൾ ഈ ജീവിതത്തിൽ ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ അറിയുന്നില്ല. നമ്മുടെ മനസ്സ് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നമ്മളെ ഇങ്ങനെ ഈഗോ ഇങ്ങനെ പിടിച്ച് വലിച്ചോണ്ട് പോവുക. എനിക്കിത് ശരി, ഞാനിങ്ങനെ ചെയ്യും, ഞാൻ എൻ്റെ ഫ്രീഡമാണ്, എനിക്ക് വേറെ ആരും ഞാനിങ്ങനെ വളരെ നമ്മൾ ഇതെല്ലാം തെറ്റിദ്ധാരണയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഞാനെന്ന് പറയുന്ന വ്യക്തി പോലും ഒരു ഭ്രമമാണ്. കാരണം അങ്ങനെ ഒരു വ്യക്തിത്വം ഇല്ല. പക്ഷെ ഇല്ലയോ? ഉണ്ട്. ഇതാണ് ആത്മീയതയുടെ ഒരു ഇത്. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇതൊരു വിരോധാഭാസം. നമ്മൾ ഈ ഗ്രന്ഥങ്ങളുടെ പോകുമ്പോൾ പല പ്രാവശ്യം കാണാം. ഈ രീതിയിലാണ് ഇതിനെ നമ്മൾ അതിനെ ഒരു ഭൗതിക ശാസ്ത്രം പഠിക്കുന്ന പോലെ, ഒരു സയൻസ്, നമ്മൾ ഭൗതികമായിട്ടുള്ള ഫിസിക്കൽ സയൻസ് പഠിക്കുന്ന പോലെ ഇതിനെ പഠിച്ച് ഇതിന്റെ നമ്മുടെ ഞാൻ പറഞ്ഞില്ല, ജീവാത്മാവിന്റെ ഘടന, സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം, ചിന്തകളെ, അപ്പോൾ 4 ഗുണങ്ങള്, ഇതിനെയൊക്കെ നമ്മൾ ഒരു സാധാരണ സ്പെസിമെൻ പഠിക്കുന്ന പോലെ ക്രോസ് സെക്ഷൻ ചെയ്ത് പഠിക്കാൻ പറ്റത്തില്ല. കാരണം ഇതൊന്നും രൂപമില്ലാത്തതാണ്. ഇത് എങ്ങനെ നമുക്ക് ഒന്നിന്റെ പുറയിലാണ് മറ്റേത്, ഇങ്ങനെയൊക്കെ ഇതൊക്കെ നമ്മൾ ആ കൺസെപ്റ്റ് നമ്മൾ ഉൾക്കൊള്ളണം. നമ്മൾ ഇതിനെ പറഞ്ഞ് ഈ പരമാത്മ ചൈതന്യത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ബുദ്ധന്റെ ഈശ്വരന് എന്താണെന്ന് ചോദിച്ചപ്പോൾ മൗനമാ. ഈ ബുദ്ധൻ മൗനത്തിലോട്ട് പോയതേ ഉള്ളൂ. ഈശ്വരൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ മൗനമാ. ഈശ്വരനെ അത് നമ്മൾ മിണ്ടിയാൽ അത് അശുദ്ധമാവുക. അതാണ് ഈ പരമാത്മ ചൈതന്യം. അത്രയ്ക്ക് അത് പരിപാവനമാ, ശുദ്ധമാ. ഇപ്പം ഈ ഞാനെന്ന ഒരു ഭാവം എന്തുകൊണ്ടുണ്ടായി? ഞാൻ ഈ പരമാത്മ ചൈതന്യം ഫസ്റ്റ് നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ഏതോ ഒരു ജന്മത്തില് ഈ പരമാത്മ ചൈതന്യം ആദ്യം ഒരു ശരീരത്തിൽ ഇങ്ങനെ പ്രകടമായി ജീവനായിട്ട്. ആ ജീവൻ ഇവിടെ ഈ പ്രപഞ്ചത്തിൽ, പ്രകൃതിയിൽ ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല പല വാസനകൾ നമ്മൾ അക്വയർ ചെയ്യുക. എങ്ങനെയാ നമ്മൾ ഈ കർമ്മഫലം ഉണ്ടായി? നമ്മൾ ആദ്യത്തെ ഇതിൽ അങ്ങനെ ഒരു സൃഷ്ടിയുടെ ആരംഭത്തിൽ സനകാദികൾ എന്ന് പറയുന്ന 4 പേരുണ്ട്. ആ സൃഷ്ടി നടക്കുമ്പോഴേ ഇങ്ങനെ ഇതിന്റെ പുരാണത്തിൽ പറയുന്നതാ. ഈ സനകാദികൾ എന്ന് പറഞ്ഞാല് അവര് സൃഷ്ടിച്ചു. പക്ഷെ അവരെ പരമാത്മ ചൈതന്യത്തിലോട്ട് നോക്കി അതിലോട്ടാണ് ഈ ഞാനെന്ന ഭാവം ഇല്ല അവിടെ അവർക്ക്. അപ്പൊ ഈ സനകാദികൾ, അതിന്റെ പേര് എനിക്ക് 4 പേരുടെ പേര് എനിക്ക് സനകൻ, സനന്ദൻ, മഞ്ജുവിന് അറിയാവോ? പറയാവോ? സനൽകുമാരൻ, മഞ്ജുവിന് പറയാൻ പറ്റുമോ 4 പേരുടെ പേര്? സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ. ഇല്ല, എങ്ങനെയല്ലേ 4 പേര്? ഈ 4 പേരാണ് ഫസ്റ്റ് സൃഷ്ടി.
ബ്രഹ്മാവിന്റെ സൃഷ്ടി എന്ന് വെച്ചാൽ ബ്രഹ്മാവ് എന്നൊക്കെ പറയുന്ന ഒരു സിംബോളിക്ക. നമ്മൾ ബ്രഹ്മാവിന് 4 തലയുണ്ടെന്നൊക്കെ പറയുമ്പോഴേ ഈ ഈ ബ്രഹ്മാവിന് 4 തലയെന്ന് പറഞ്ഞാൽ എന്തുവാണ്? ബ്രഹ്മാവ് എന്ന് പറഞ്ഞതാണ് ഈ സൃഷ്ടി നടത്തിയേക്കുന്നത്. നമ്മുടെ നമ്മുടെ ഈ ലോകത്തിൽ സൃഷ്ടി നടത്തുന്ന ആരാ? നമ്മുടെ പ്രസന്റ് വേൾഡ് നമ്മൾ കാണുന്നുണ്ട് സൃഷ്ടികൾ, ക്രിയേഷൻസ്. എങ്ങനെ ഓരോന്ന് ക്രിയേറ്റ് ചെയ്യുന്നേ? ആരാ ക്രിയേറ്റ് ചെയ്യുന്നേ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ ലോകത്തിൽ ആരാ സൃഷ്ടി നടത്തുന്നേ? ആർക്കെങ്കിലും പറയാവോ? പ്രകൃതിയല്ലയോ? ഇതോ പ്രകൃതിയല്ലേ? പ്രകൃതി. പ്രകൃതി. നമ്മുടെ ഈ സൃഷ്ടികൾ നടത്തുന്നത് പ്രകൃതിയാണോ? നമ്മൾ എത്രയോ സൃഷ്ടികളില്ലയോ? ഇപ്പൊ പുതിയ പുതിയ ഓരോന്നും ഉണ്ടാക്കുന്നില്ലേ? ഈ ഓരോന്ന് നമ്മളിപ്പം പ്രകൃതി, ഈ പരമാത്മ ചൈതന്യം പ്രകൃതി പ്രകടമായി. ആ പ്രകൃതിയിൽ നമ്മളിപ്പോ നമ്മൾ ഓരോന്ന് മനുഷ്യൻ ഓരോരോ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, പുതിയ പുതിയ ഓരോരോ കാര്യങ്ങൾ. ആരാ ഈ ക്രിയേറ്ററിന്റെ പുറകെ? യഥാർത്ഥത്തിൽ ഈ ക്രിയേറ്റർ ആരാ? മനുഷ്യൻ തന്നെ. മനുഷ്യൻ തന്നെയാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞത് എന്തുവാ? എന്റെ ബുദ്ധി, എന്റെ മനസ്സാണ് ഇല്ലയോ? മനസ്സെന്ന് പറഞ്ഞാൽ ഈ അന്ധകരണമാണ്. മനുഷ്യന്റെ ബുദ്ധിയല്ലേ? ബുദ്ധി എന്നല്ലയോ ക്രിയേഷൻസ് ഉണ്ടാവുന്നേ? ബുദ്ധിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് വെച്ചാൽ ഈ അന്ധകരണത്തിനാണ് ചിന്തകൾ, മനുഷ്യന്റെ ചിന്തകളിൽ നിന്നാണ് ഈ ക്രിയേഷൻസ് ഉണ്ടാവുന്നത്. ഈ ബ്രഹ്മ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇത് തന്നെ. അതിന് 4 പാർട്ടുണ്ട്: മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. അതാണ് 4 ബ്രഹ്മാവിന്റെ 4 തല. ഈ ബ്രഹ്മാവെന്ന് പറഞ്ഞ ഒരാളില്ല. ഇതൊക്കെ ഒരു പ്രിൻസിപ്പിളിനെ ഈ പ്രിൻസിപ്പിൾസിനെ എല്ലാം പെഴ്സോണിഫൈ ചെയ്തിരിക്കുക. നമുക്കൊരു കഥാരൂപത്തിലും ഇതൊക്കെ ഇങ്ങനെ പറയും. അല്ലാതെ ബ്രഹ്മാവെന്ന് പറഞ്ഞൊരു ഈ പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ സിംബോളിക്കായിട്ട് നമ്മൾ പറയുന്നത്. ഈ ബ്രഹ്മാവാണ് ക്രിയേറ്റർ. അത് ഓരോരുത്തരുടെയും മനസ്സാ. അതിന് 4 പാർട്ടുണ്ട് ആ ക്രിയേറ്ററിന്. എന്റെ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഇതാണ് ഈ ക്രിയേഷൻ ചെയ്ത് ഈ ലോകത്ത് നടക്കുന്ന എല്ലാ ക്രിയേഷൻസിന്റെയും പുറകില് മനുഷ്യന്റെ മനസ്സാണ്. ഒരു മനസ്സില്ലാതെ ഒരു ക്രിയേഷൻ നടക്കത്തില്ല. അപ്പൊ ഈ ക്രിയേഷൻ എന്ന് പറയുന്നത് എവിടുന്ന് വന്നു? ഈ ഈശ്വര ചൈതന്യത്തിലാണ് ക്രിയേഷൻ നടക്കുന്നത്. പക്ഷേ നമ്മുടെ ഭ്രമമാണ് ഇതെല്ലാം. ആക്ച്വലായിട്ട് ഇവിടെ ഇതെല്ലാം ഉണ്ടാക്കുന്നതെല്ലാം അങ്ങനെ നിലനിൽക്കുവോ? അങ്ങനെ ഉണ്ടായി നിലനിന്ന് നശിച്ചു പോകുന്നു. ഇതാണ് ഇവിടെ ഈ ലോകത്തിലുള്ള ഏത് സാധനങ്ങളും അങ്ങനെ. അപ്പം മാറ്റമുള്ളതാ. ഇവിടെ മാറ്റമില്ലാത്തത് ഒന്നുമില്ല എക്സെപ്റ്റ് ഈ ചൈതന്യം. അതൊരു സത്യമല്ലയോ? നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിൽ ഒരു കോൺഷ്യസ് പവറാ. നമ്മൾ ഈശ്വരൻ പറഞ്ഞത് ഒരു അദൃശ്യ ശക്തിയാ. അതിനെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഓരോ പേരുകളൊക്കെ കൊടുത്ത് പറയുന്നതെന്നല്ലാതെ ഇതൊരു ശക്തിയാണ്. എങ്ങനെ? നമുക്ക് ഇലക്ട്രിസിറ്റി ഒരു ശക്തിയല്ലയോ? ആ ശക്തിയിൽ നിന്ന് എന്തെല്ലാം ഇവിടെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇത് നടക്കുന്നു. അതുകൊണ്ട് ഡിസ്ട്രക്ഷൻ നടക്കുന്നില്ലേ? ഈ പവർ, ഒരു കോസ്മിക് പവർ കൊണ്ട് ഇവിടെ ക്രിയേഷനും ഡിസ്ട്രക്ഷനും നടക്കുന്നുണ്ട്. അപ്പോൾ പക്ഷെ ആ കോസ്മിക് പവർ ആണോ വന്ന് ഡിസ്ട്രക്ട് ചെയ്യുന്നത്? അതിലാണ് നടക്കുന്നത്. ആ കോസ്മിക് പവറിലല്ലയോ ഡിസ്ട്രക്ഷൻ നടക്കുന്നത്? ക്രിയേഷനും ഡിസ്ട്രക്ഷനും ആ കോസ്മിക് പവറിൽ നടക്കുന്നു. അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു അങ്ങനെ അതായിട്ട് എന്ന് പറയുന്ന പോലാണ് ഈ കോൺഷ്യസ് എനർജി, കോൺഷ്യസ് പവറും. രണ്ട് പവറേ ഉള്ളൂ ഈ യൂണിവേഴ്സിൽ. ഒന്ന് കോൺഷ്യസ് പവറും ഒന്ന് കോസ്മിക് പവറും. എന്നുവെച്ചാൽ പരമാത്മ ചൈതന്യവും പുരുഷനും പ്രകൃതിയും ഈ പ്രപഞ്ചം കാണാൻ പറ്റും. പ്രപഞ്ചം ആ 5 പഞ്ചഭൂതങ്ങളിൽ പഞ്ചത്തിൽ നിന്നുണ്ടായ പഞ്ചഭൂതങ്ങളുടെ പഞ്ചീകരണം. അത് നമ്മൾ വിശദമായിട്ടൊക്കെ നേരത്തെ പഠിക്കും. കുറച്ച് അഡ്വാൻസ് ആയിട്ട് പോകുമ്പോൾ അറിയാം. ഈ പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മഭാവം പഞ്ചീകരണം നടന്നാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന പ്രപഞ്ചം ഉണ്ടായത്. ഈ കാണുന്ന പ്രപഞ്ചം ഉണ്ടാവുന്നതിന് മുമ്പ് ഇതിന്റെ സൂക്ഷ്മഭാവത്തിലായിരുന്നു. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഇതെല്ലാം ഇപ്പൊ നമുക്ക് ജലത്തിനെ കാണാം, ഭൂമിയെ കാണാം. ഇതിന്റെ എല്ലാം ഈ സ്റ്റേറ്റിൽ വരുന്നതിന് മുമ്പ് അത് സൂക്ഷ്മഭാവത്തിലായിരുന്നു. സൂക്ഷ്മഭാവം എന്ന് വെച്ചാല് അതിന് പ്രകടമല്ല.
അത് പഞ്ചീകരണം സംഭവിക്കുമ്പോഴാണ് പ്രകടമാവുന്നത്, പ്രപഞ്ചമാവുന്നത്. അപ്പൊ എങ്ങനെയാ ഈ 5 ഐറ്റങ്ങളുടെ മിക്സിംഗ് എപ്പ് ആവും. അതിനെ പഞ്ചീകരണം എന്ന് പറഞ്ഞത് മിക്സിംഗ് എപ്പ് ആവും. എല്ലാം കൂടെ കൂടി ചേർന്ന് ഓരോന്നിലും മറ്റ് 4ന്റെയും പ്രസൻസ് ഉണ്ട്. അങ്ങനെ ആ കൂടിച്ചേരലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതാണ് ഈ പ്രപഞ്ചം. അതിൽ ഭൂമിയിലെ ബാക്കി 4 ഉണ്ട്. സ്പേസ് ഉണ്ട്, വായുവുണ്ട്, അഗ്നിയുണ്ട്, ജലമുണ്ട് ഭൂമിയിൽ. ഇതുപോലെ ജലത്തിലും ഉണ്ട് ബാക്കി 4 ഘടകങ്ങൾ. ഇതുപോലെ അഗ്നിയിലുമുണ്ട് ഈ 4 ഘടകങ്ങളും. അതുപോലെ വായുവിലും ഉണ്ട് എല്ലാ ഘടകങ്ങളും. ആകാശത്തിലും എല്ലാം ഉണ്ട്. ഇപ്പൊ കാണുന്ന പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് പഞ്ചീകരണം സംഭവിച്ച പഞ്ചഭൂതങ്ങളാണ്. ഈ പഞ്ചഭൂതത്തിനാണ് ഇത് പ്രകടമായി. അതിനു മുമ്പ് ഈ സൂക്ഷ്മഭാവത്തിലായിരുന്നു. അപ്പം ഈ പരമാത്മ ചൈതന്യത്തിൽ നിന്നുണ്ടായി ഒരു ആദ്യത്തെ പ്രകൃതി. ഇതൊരു സിംഗണൈസേഷനാണ്. പരമാത്മ ചൈതന്യവും പ്രകൃതിയും ഒരു സിംഗണൈസേഷനില്ല. പ്രകൃതിയാവും, ഇത് തന്നെ തിരിച്ചും ഡിസോൾവ് ആവും. എത്രയോ ഒരു പീരീഡ് കഴിയുമ്പോൾ ഇത് എനർജി ആയിട്ട് മാറും. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഐൻസ്റ്റീന്റെ ഒരു ഇക്വേഷൻ, ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ്. ഈ എനർജിയാണ് മാസ് ആവുന്നു, മാസ് എനർജി ആവുന്നു. പരമാത്മ ചൈതന്യം ഒരു കോൺഷ്യസ് എനർജിയാണ്. ഇതിൽ നിന്നും പ്രകടമായതാണ് ഈ പ്രപഞ്ചം. വ്യക്തമായി ഇവിടെ എല്ലാം എങ്ങനെ സംഭവിക്കുന്നേ? പ്രകടമാവുന്നു, നിലനിൽക്കുന്നു, അവ്യക്തമാവുന്നു. സോ വ്യക്തമാവുന്നു, നിലനിൽക്കുന്നു, അവ്യക്തതയിൽ നിന്നും പ്രകടമാവുന്നു, നിലനിൽക്കുന്നു, പിന്നെ അവ്യക്തതയിലോട്ട് മറിയുന്നു. എന്നുവെച്ചാൽ ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്. ഇപ്പം നമ്മൾ എന്താ പറയുന്നത്? ഈ നമ്മളെല്ലാം മിഥ്യയാണ്, സത്യമല്ല. സത്യം വെച്ചാൽ പരമാത്മചൈതന്യം മാത്രം. പക്ഷെ നമ്മള് ഈ പരമാത്മചൈതന്യത്തിന്റെ സത്യന്റെ അർത്ഥം ഒന്നും മാറ്റമില്ലാത്തത്. ആ മാറ്റമില്ലാത്ത ഈ അർത്ഥത്തിനെ നമ്മൾ ഭൗതികത്തിലെടുത്ത് വേർഡ് യൂസ് ചെയ്യുക. ഞാൻ കള്ളം പറഞ്ഞില്ല, ഞാൻ സത്യമാ പറഞ്ഞത് എന്നുവെച്ചാൽ ഞാൻ അതിന്റെ കറക്റ്റായിട്ടുള്ള സംഗതിയാണ് പറഞ്ഞതെന്നുള്ള അതിനുവേണ്ടി ഞാൻ ഈ സത്യത്തിനെ എടുത്തിരിക്കുക. അപ്പൊ ഈ സത്യം നമ്മൾ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ഇതിനെ എടുത്ത് ഉപയോഗിക്കും. പക്ഷെ ഇത് ഒന്നിന് മാത്രമേ ഉള്ളൂ ആപ്പിക്കൽ പരമാത്മ ചൈതന്യം. അത് മാത്രമേ ഉള്ളൂ മാറ്റമില്ലാത്തത്. ബാക്കിയെല്ലാം ഇവിടെ മാറുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞേ അഹങ്കാരം നമ്മുടെ യഥാർത്ഥ സ്വരൂപമല്ല, വ്യാജ രൂപമാണ്. അത് വെടിയുമ്പോൾ നാം നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തിൽ ആത്മതത്വത്തിൽ എത്തിച്ചേരും. ഓരോ വ്യക്തിയിലും കൂടിയുള്ള ചൈതന്യം ആത്മാവ് തന്നെ സർവ ആധാരമായ ബ്രഹ്മം എന്നതിനാൽ ആത്മസാക്ഷാത്കാരവും ബ്രഹ്മാനുഭൂതി ഒന്ന് തന്നെ, രണ്ടല്ല. അഹന്ത നീങ്ങുമ്പോൾ ഉളവാകുന്ന ആത്മാനുഭൂതിയാണ് ഇവിടെ ബ്രാഹ്മി സ്ഥിതി അല്ലെങ്കിൽ ബ്രഹ്മനിഷ്ഠ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ സത്യത്തിന്റെ ഒരു ഇതുണ്ടായിരുന്നല്ലോ, ഇവിടെ പറഞ്ഞായിരുന്നല്ലോ എന്ത് വരുന്നത്? സത്യത്തിന് അതെ, ഓക്കെ. പരമാത്മ ചൈതന്യം മാത്രമാണ് സത്യം, ബാക്കിയെല്ലാം മിഥ്യയാണ്. അതാ മിഥ്യ പറഞ്ഞപ്പോഴാ ഇത് മിഥ്യയാണെന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഏത് സെന്റൻസിലാ? മിഥ്യ എന്ന് പറഞ്ഞില്ലായിരുന്നു ഞാനിപ്പോ ഇവിടെ. അതുകൊണ്ട് ആ സത്യത്തിന്റെ കുറിച്ച് പറയേണ്ടി വന്നേ. മിഥ്യയെ തള്ളിക്കളഞ്ഞ് സത്യത്തെ കണ്ടെത്തുക എന്നത് ഉപനിഷത്ത് വിചാര രീതിയാണ്. സത്യവും മിഥ്യയും അത് വന്നപ്പോഴേ ഇത്രയും പറയേണ്ടി വന്നേ. അപ്പൊ ഇതെല്ലാം മിഥ്യ വെച്ചാൽ മാറ്റമുള്ളതാണ്. അപ്പൊ ഈ മാറ്റം ഇല്ലാത്ത മാറുന്നതാണ് ഞാൻ. അപ്പൊ ഇതൊരു ഭ്രമാവസ്ഥയാണ്. എന്നുവെച്ചാൽ ഇന്ന് കാണുന്നതല്ല നാളെ ഓരോന്നും മാറിക്കൊണ്ടേയിരിക്കുന്നു. അപ്പം ഇപ്പൊ നമ്മൾ സ്വപ്നം കാണുന്ന പോലെ നമ്മൾ സ്വപ്നത്തിൽ എന്തെല്ലാം നമുക്ക് അനുഭവത്തിലോട്ട് വരുന്നു. പക്ഷേ ഉണർന്നു കഴിഞ്ഞാലോ ഒന്നുമില്ല. നമ്മൾ എന്തെല്ലാം പ്രശ്നങ്ങളോ എന്തെല്ലാം കാണുന്നു, അത് വേറെ നമ്മൾ സ്റ്റേറ്റ് ഓഫ് മൈൻഡിലോട്ട് വരുമ്പോഴത്തേക്ക് ആ കണ്ട അനുഭവങ്ങൾ ഒന്നുമില്ല. സത്യം എന്ന് പറയുന്ന പോലാണ് നമ്മുടെ ഇപ്പോഴത്തെ ജാഗ്രത അവസ്ഥയിലുള്ള നമ്മുടെ അനുഭവങ്ങൾ. നമ്മളിപ്പോൾ എന്തുമായിരിക്കുന്നേ? ഇതെല്ലാം സത്യമാണ്, എൻ്റെ അനുഭവമല്ലേ, ഞാൻ കണ്ടതല്ലേ, ഞാൻ അനുഭവിച്ചതല്ലയോ എന്നറിയും. നമ്മൾ ഈ സ്റ്റേറ്റിൽ നിന്ന് നമ്മുടെ ഈ മൈൻഡിലിരിക്കുന്ന നമ്മുടെ കർമ്മവാസനയിലിരിക്കുക, ഇഷ്ടാനിഷ്ടത്തിലിരിക്കുക. ഈ മൈൻഡിന്റെ സ്റ്റേറ്റിൽ നിന്ന് ജാഗ്രത അവസ്ഥയിലുള്ള മൈൻഡിന്റെ സ്റ്റേറ്റ് ഉണ്ടല്ലോ, ഇത് തന്നെയാണ് സ്വപ്നാവസ്ഥയിലുള്ളത്. ഈ 2 സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നിന്നും ഞാൻ ഈ സാധന വഴി എനിക്ക് ബ്രഹ്മനിഷ്ഠയിലോട്ട് വരാം. എങ്ങനെ സമചിത്തയിലോട്ട് സ്ഥിതപ്രജ്ഞനായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ അൺഡുലേഷൻസ് ഇല്ല, ഈ ടർബുലൻസ് ഇല്ല. അവിടെ അതൊരു നിശ്ചലാവസ്ഥയാണ്. പക്ഷേ ഞാൻ ഈ അനുഭവത്തിലെല്ലാം അതൊരു ജഡാവസ്ഥയല്ലത്.
ഞാൻ എല്ലാം അറിയുന്നു, എല്ലാം അനുഭവിക്കുന്നു, പക്ഷെ എനിക്ക് ഒരു വ്യത്യാസവും ഇല്ല. ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയോ, ഞാൻ എല്ലാം അറിയുന്നു, എല്ലാം അനുഭവിക്കുന്നു, ഞാൻ സുഖത്തിലാണ്, ദുഃഖത്തിലാണ്. ഈ സുഖവും ദുഃഖവും ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടോ നമുക്കിവിടെ? ആ അവസ്ഥ ഉണ്ടാവും എപ്പോഴാ? നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ, ഡീപ്പ് സ്ലീപ്പിലാണ്. സ്വപ്നത്തിൽ പോലും നമ്മൾ ഭയന്ന് കരയും ചിലപ്പം, അല്ലെങ്കിൽ കിടന്ന് ചിരിക്കും. അപ്പോ ഈ എല്ലാം ഞാൻ കോൺഷ്യസ് ആയിട്ട് ഇരിക്കുമ്പോൾ ഞാൻ നിശ്ചലാവസ്ഥയിൽ, അതാണ് ബ്രഹ്മനിഷ്ഠ. അങ്ങനെ ഞാൻ പരിശീലിച്ചാൽ എനിക്കിതെല്ലാം കാണുകയും ചെയ്യാം. ഇതിനകത്തിലോട്ട് നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാ? ഇതുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് കൊണ്ടാ. ഇതുമായിട്ട് ഞാൻ ഈ നിലനിൽക്കാത്തതിലോട്ട് ഞാൻ മനസ്സ് വെക്കുക. ഞാൻ പിടിക്കാൻ നോക്കുമ്പോഴത്തേക്ക് അത് മാറിപ്പോവും. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം. നമ്മൾ ഈ കാര്യങ്ങളെ ഒന്നും മനസ്സിലാക്കാത്ത എന്തുകൊണ്ടാ? നമ്മൾ സൂക്ഷ്മമായിട്ട് ചിന്തിക്കുന്നില്ല, നമ്മൾ ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ടില്ല. ഇപ്പൊ ഞാനൊരു ഇവിടെ നടക്കുന്ന ഏതും ഒരു കോസ് ആൻഡ് എഫക്റ്റാ. ഈ നമ്മൾ കാണുന്ന പല പല എഫക്റ്റുകളുണ്ട് ഇവിടെ, കാര്യങ്ങൾ. അതിന്റെ പുറകിൽ ഒരു കാരണമുണ്ട്. നമുക്ക് ഇതിന്റെ പലതിന്റെയും കാരണം അറിയാവോ? നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഈ കാര്യത്തിനെ കുറിച്ച് മാത്രം, ഇതിന്റെ പുറകിലുള്ള കാരണം എന്താ നമുക്ക് ചിന്തിക്കാനേ തോന്നുന്നില്ല. കോസ് ആൻഡ് എഫക്റ്റ് ആണ് ഈ ജീവിതം. അത് നമ്മളെന്ത് വരിക്കുന്നേ, എനിക്ക് ഈശ്വരൻ തരുന്ന അനുഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തെറ്റായി ധരിക്കുകയാണ്. അതെന്തുകൊണ്ടാ? ഈ ഞാനെന്ന ഭാവമാണ്. ഞാൻ ഈ ഭ്രമത്തിൽ എൻ്റെ മിടുക്ക്, ഈ ഞാനാണ് എന്നെ ഇട്ട് കുഴയ്ക്കുന്നത്. ഈ ഞാനെന്ന ഭാവമാണ് ഈ ജീവാത്മാവിനെ വലിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം ഈ ബ്രഹ്മനിഷ്ഠ കൈവന്ന് നമ്മൾ ഈ പറഞ്ഞെന്തുവാ, കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു 3 ഗുണങ്ങൾ പറഞ്ഞു. നിസ്പൃഹ, നിരഹങ്കാര, നിർമ്മമ. ഓരോ വസ്തുക്കളോടും എനിക്ക് അറ്റാച്ച്മെന്റ് വരുന്നു. എൻ്റെ ഇഷ്ടങ്ങൾ സഹിതം എനിക്ക് അറ്റാച്ച്മെന്റ് വരുന്നു. അടുത്ത സ്റ്റേജോ, ആ ഇഷ്ടമായി അറ്റാച്ച്മെന്റ് ആയി കഴിഞ്ഞാലോ, എനിക്ക് വേണം, ഇതെന്റെ ആണ്. സോ അറ്റാച്ച്മെന്റും മമതയും എൻ്റെ ആണെന്നുള്ള തോന്നലും. പിന്നോ ഈ ഈഗോ, ഞാനെന്ന ഭാവം. നമ്മളെല്ലാം അറിയാം, എനിക്കെല്ലാം അറിയാം, എന്നെ ആരൊന്നും പഠിപ്പിക്കണ്ട, എനിക്കറിയാൻ വയ്യാത്ത കാര്യമില്ലെന്ന് പലരും പറയുന്നതാ. ഈ 3 ഇതിൽ നിന്ന് നമ്മൾ നിവൃത്തി വന്നാലോ നമ്മൾ ഇതിലോട്ട് പോകും. അതിനാണ് ആത്മസംയമനം പാലിക്കേണ്ടത്. ആത്മസംയമനം ഈ നിസ്പൃഹ, നിരഹങ്കാര, നിർമ്മമ എൻ്റെ അല്ല. സോ അഹന്താമമതയും ഈഗോയും. അഹന്താമമതയാണ് അറ്റാച്ച്മെന്റും പൊസസീവ്നെസ്സും. പിന്നെ ഞാനെന്ന ഭാവം, ഈഗോ. ഇത് 3 നമ്മള് ഈ ആത്മസംയമനത്തിൽ കൂടെ നമ്മൾ ബാലൻസ് ചെയ്യും. പിന്നെ ഇതിന്റെ എഫക്റ്റ് നമ്മളിൽ ഉണ്ടാവത്തില്ല. അപ്പം നമ്മൾ ആ ഒരു സ്ഥിതിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ആ ധ്യാനത്തിൽ കൂടെ ഈ ബ്രഹ്മനിർവാണം, ഈശ്വരൻ, ഈ കോൺഷ്യസ് എൻ്റെ ചിന്ത എന്താണ്? കോൺഷ്യസ് തോട്ട്സ് ആണ്, ബോധചിന്തകളാണ് എൻ്റെ. ഈ ചിന്തകൾ എവിടുന്ന് വരുന്നു? എൻ്റെ വാസന. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, നമ്മുടെ ചിന്തകൾ എവിടുന്ന് വരുന്നു? നമ്മുടെ വാസനയിൽ നിന്നും. ഈ വാസന എന്ന് പറഞ്ഞാൽ എൻ്റെ കർമ്മഫലം. ഈ വാസനകളെ ഞാൻ നേർപ്പിച്ച് ഈ സത്യങ്ങളെ മനസ്സിലാക്കും തോറും നമ്മുടെ ഈ വാസനകൾ കുറഞ്ഞു വരും. ഈ ഗ്രന്ഥങ്ങളെ പഠിച്ച് സത്യങ്ങളെ തിരിച്ചറിയാത്തതുകൊണ്ടാണ് ഈ വാസന കൂടിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ എൻ്റെ ജീവിതത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നു. അപ്പം ഞാൻ ഒന്ന് പറഞ്ഞ പോലെ കോസ് ആൻഡ് എഫക്റ്റ്. നമ്മൾ ഇവിടെ ഓരോന്നും നടക്കുന്നതിന്റെ പുറയിൽ എന്താണെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നു, ഇതാണ് ഇതിന്റെ പുറയിലെ മെക്കാനിസം. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. നമ്മൾ എവിടെങ്കിലും ഓടി എന്തെങ്കിലും സ്പോർട്സിൽ എവിടെയെങ്കിലും വേർത്തൊലിച്ച് ഭയങ്കര വന്ന് ഒരു ഫാൻ്റെ കീഴിരിക്കുന്നു, നമുക്ക് നല്ല ഒരു തണുപ്പ് അനുഭവപ്പെടുന്നു. ഈ തണുപ്പ് എന്തുകൊണ്ട് അനുഭവപ്പെടുന്നു നമുക്ക്? ഇതിന്റെ പുറയിലൊരു മെക്കാനിസം ഉണ്ട്, ഒരു കോസ്. അത് പറയും എഫക്റ്റ് എന്താ? നമുക്ക് തണുപ്പ് അനുഭവപ്പെടുന്നു. ഈ തണുപ്പ് എന്തുകൊണ്ട് അനുഭവപ്പെടുന്നു? അതിനൊരു റീസൺ ഉണ്ട്. നമ്മൾ കാറ്റ് കൊണ്ടിട്ട് ആ തണുപ്പുള്ളതെന്ന് പറയും. അപ്പം ഈ കുറച്ച് കഴിയുമ്പോൾ ഈ തണുപ്പങ്ങ് മാറുമല്ലോ. ഈ വേർപ്പിരിക്കുമ്പോൾ എനിക്ക് തണുപ്പ് വരുന്നു. കാറ്റ് കൊണ്ട് തണുപ്പ് വരുന്നല്ല, അതിന്റെ ഒരു മെക്കാനിസം ഉണ്ട്. ഈ വേർപ്പ് എവാപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ് അത്. അതിന്റെ ചൂട് എൻ്റെ ശരീരത്തിൽ നിന്നും എടുക്കുവാണ്. ഈ സ്വെറ്റിനെ, എൻ്റെ വേർപ്പിനെ അത് വേപ്പറായിട്ട് പോകണം. അത് പ്രോസസ്സാണ്. വെള്ളം ചൂടാക്കിയാൽ വേപ്പറായിട്ട് പോകത്തില്ലേ എന്ന് പറയുന്ന പോലെ ഈ വേർപ്പ് വേപ്പറായിട്ട് പോകാൻ ഈ ശരീരത്തിൽ നിന്ന് ചൂട് അബ്സോർബ് ചെയ്യും. ആ വേർപ്പ് കുറെ കഴിയുമ്പോൾ അതങ്ങ് എവാപ്പറേറ്റ് ആയി പോകും. ആ ചൂട് എൻ്റെ ശരീരത്തിൽ നിന്ന് എടുക്കുന്നതുകൊണ്ടാണ് എനിക്ക് ശരീരത്തിന് തണുപ്പ് അനുഭവപ്പെടുന്നത്.
ആ പെരിഫറലായിട്ടുള്ള അവിടുന്ന് ശരീരത്തിന്റെ മേളിൽ നിന്നുള്ള സ്കിൻ ഭാഗത്തു നിന്നുള്ള ടെമ്പറേച്ചർ ഡൗൺ ആവുമ്പോഴേ എങ്ങനെ ഡൗൺ ആവുന്നു? ഈ എവാപറേഷൻ യൂട്ടിലൈസ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് തണുപ്പ് അനുഭവപ്പെടുന്നു. പക്ഷെ നമുക്ക് അറിയാൻ പറ്റൂ, ഫാനിന്റെ കീഴിൽ വരയ്ക്കുമ്പോൾ ഒരു തണുപ്പ് വരുന്നു. തണുപ്പാ, അതെന്തുകൊണ്ടാ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇതുപോലാണ് ഓരോന്നിന്റെയും പുറകിൽ ഒരു കാരണമുണ്ട്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദുരിതം വരുന്നു, എന്തോ ചെയ്യാനാ, ഈശ്വരനെ ഇട്ട് പരീക്ഷിക്കുക. നമ്മൾ ഇതിനെക്കുറിച്ച് ഈ ശാസ്ത്രങ്ങളിലൂടെ പോകുമ്പോഴാണ് ജീവിതത്തിന്റെ മെക്കാനിസം, ആ കാസ് എന്താണ്, എഫക്റ്റ് നമുക്ക് അറിയാം, അതിന്റെ കാരണം എന്താ. ഈ കാരണമാണ് നമ്മളിപ്പോ ഇതെല്ലാം. ഇത് ഈശ്വരൻ തരുന്നതല്ല, ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചതാണ്. ഈ നല്ലതും ചീത്തയല്ല. അപ്പൊ ഞാൻ തന്നെ അപ്പൊ നമുക്കൊരു സ്വസ്ഥത വരും. നമ്മളൊരു എക്സാമിനേഷൻ പഠിക്കും, ഞാൻ പറഞ്ഞല്ലോ, ഒരു പഠിക്കുമ്പോഴേ ആ സബ്ജക്റ്റിനെ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട് എക്സാമിനേഷൻ പോവാമെങ്കിൽ നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് പോകും. അവിടെ എവിടെയൊക്കെ പഠിച്ചിട്ട് പോവാണെങ്കിലോ നമുക്ക് വെപ്രാളമാ, പേടിയാ, ഈ ജയിച്ചിട്ട് വേണം ജോലി കിട്ടാൻ. ശരിക്കും 100% ആ സബ്ജക്റ്റിനെ പഠിച്ചിട്ട് പോകുന്ന ഒരാളുടെ കോൺഫിഡൻസും പഠിക്കാതെ പോകുന്ന ഒരാളുടെ കോൺഫിഡൻസും എങ്ങനെ ഇരിക്കും? ഇന്ന് പറയുന്ന പോലെ നമ്മൾ ജീവിതത്തിനെ ഫേസ് ചെയ്യുന്നത്. ഈ സത്യങ്ങളെ മനസ്സിലാക്കി ഞാൻ പ്രാക്ടീസ് ചെയ്താൽ എൻ്റെ ഭാവം വേണം അതിനകത്തിൽ. ഞാൻ എന്തോ സാധനങ്ങൾ അനുഷ്ഠിച്ചാൽ പോരാ, ഇതിന്റെ പുറയിലുള്ള ഭാവം, ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ സാധന ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഈ സത്യങ്ങളെയെല്ലാം നിരന്തരം ചിന്തനം ചെയ്ത് ഈ സാധനയെ കൂടി എനിക്ക് സമചിത്തത കൊണ്ടുവരാം. ആത്മസംയമനം എന്ന് പറഞ്ഞാൽ രണ്ടിന്റെയും കൂടെ കോമ്പിനേഷനാണ്. ഒന്ന് ഇന്ദ്രിയ സംയമനം, രണ്ടാമത്തെ മനസ്സംയമനം. ശമവും ദമവും ഉണ്ട് അതിനകത്ത്. ഈ ഇന്ദ്രിയ സംയമനവും മനസ്സംയമനവും ഞാൻ പ്രാക്ടീസ് ചെയ്താൽ, ഇതാണ് എൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം ബേസിക് കാരണം. എന്താണ്? ഈ 5 ഇന്ദ്രിയങ്ങളുണ്ട് നമുക്ക്. ഈ 5 ഇന്ദ്രിയ വിഷയങ്ങൾ, സുഖങ്ങളുണ്ട് ഈ പ്രപഞ്ചത്തില്. ഞാൻ ഇതിന്റെ പുറകെ പോവുകയാണ്. ഈ ഇന്ദ്രിയങ്ങളെ നമ്മൾ ബാലൻസ് ചെയ്യാൻ പഠിക്കണം, മാനേജ് ചെയ്യാൻ പഠിക്കണം. സപ്രഷൻ അല്ല, മാനേജ് ചെയ്യാൻ പഠിക്കണം. ഇതിൽ കൂടെ ഞാൻ സമചിത്തത നേടിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതം സ്വസ്ഥമാവും. ഇതിന്റെ എല്ലാം നമുക്ക് പിന്നെ ഇതിന് ആരോട് ഒരു കാരണം ഈ എൻ്റെ കർമ്മഫലം നമ്മൾ ഇതിനെ സാക്ഷിഭാവത്തിൽ കാണാൻ ശ്രമിക്കും, ഇല്ലയോ? നമുക്ക് കൺഫ്യൂഷൻ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇതാണ് നമ്മളെ കുഴയ്ക്കുന്നത് മുഴുക്കെ. അപ്പം മിഥ്യയെ തള്ളിക്കളഞ്ഞ് സത്യത്തെ കണ്ടെത്തുക എന്നത് ഉപനിഷത്ത് വിചാര രീതി. അഹങ്കാരം മിഥ്യയാണ്. അഹങ്കാരം മാറ്റമുള്ളതാണ്, അങ്ങനെ നിൽക്കത്തില്ല. നമുക്കറിയാമല്ലോ, എത്രയോ പേര് ഈ ഈഗോയിസ്റ്റുകളിലോ അഹങ്കരിച്ച് നടക്കുന്ന ആ അഹങ്കാരം അങ്ങനെ നിൽക്കുന്നുണ്ടോ? സമയം കൊണ്ട് അവർക്കത് ആ അഹങ്കാരം ഇല്ലാതാവും. ആ അഹങ്കാരം അവർക്ക് തീർച്ചയായിട്ടും ഇല്ലാതാവും. നമ്മൾ എത്രയോ പേരെ കണ്ടെക്കുന്നു, അഹങ്കരിക്കുന്നവരെ. എല്ലാം മാറും. അവർക്ക് അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. ആത്മാവാണ് സത്യം. ആത്മാവെന്ന് പറഞ്ഞാൽ ഈ കോൺഷ്യസ്നസ്, ശുദ്ധബോധം. എന്നിലുള്ള ഒരു അശുദ്ധ ബോധമുണ്ട്. ജീവാത്മാവാണ് അശുദ്ധബോധം. ശുദ്ധബോധം ഏതാ? പ്രജ്ഞാനം, ബ്രഹ്മ, പരമാത്മ ചൈതന്യം മാത്രം. ഈ പരമാത്മ ചൈതന്യന്റെ അംശം ഈ വാസനയോട് ചേർന്നതാണ് ഞാനെന്ന ഈ വ്യക്തി. അതൊരു ഭ്രമാവസ്ഥയാണ്. ഈ അഴുക്ക് പോയാൽ പിന്നെ ഞാനില്ല. പക്ഷെ ഞാനില്ലെന്ന് വെച്ചുകൊണ്ട് ഈ ശരീരം നിൽക്കുന്നവരെ എനിക്ക് ഈ അനുഭവങ്ങൾ, പക്ഷെ എനിക്ക് ഈ ദുരിതാവസ്ഥയില്ല. ഞാൻ ബ്രഹ്മനിഷ്ഠയിലായിരിക്കും, ആത്മാനുഭൂതിയിലായിരിക്കും. എന്നുവെച്ചാല് എന്തുവാണ് ഈ ആത്മാനുഭൂതി? അവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെ? സത്ത്, ചിത്ത്, ആനന്ദം. അത് സത്താണ് വെച്ചാൽ നമ്മൾ സത്ത് വെച്ചാൽ എന്താ? മാറ്റമില്ലാത്തതാണ്. ചിത്ത് അത് എസൻസ് ആണ്, അത് ശുദ്ധബോധമാണ്. അതിന്റെ അവസ്ഥ എന്താ? ആനന്ദാവസ്ഥ. ആനന്ദാവസ്ഥ കിടന്ന് ചിരിക്കുന്ന അവസ്ഥയല്ല, സെൽഫ് കണ്ടന്റ്. നമ്മൾ ചാരിതാർത്ഥ്യം വെച്ചാൽ അതൊരു സ്റ്റിൽനെസ്സാണ്. അതാണ് ഇത്. ആത്മാവാണ് സത്യം. മിഥ്യയായ അഹങ്കാരത്തെ തള്ളിക്കളഞ്ഞാൽ സത്യാനുഭൂതി. മിഥ്യയായ അഹങ്കാരം, ഈ അഹങ്കാരം എൻ്റെ ഒരു തോന്നൽ, വെറും ഞാനെന്ന ഭാവം വെറും തോന്നല. നമ്മളെല്ലാം ഞാൻ പറഞ്ഞിട്ട് പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇതിനെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ജീവിതത്തിനെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ അഹങ്കാരത്തിന് പിന്നെ തലപൊക്കാനൊക്കത്തില്ല. നമ്മൾ ഈ സത്യങ്ങളെല്ലാം തിരിച്ചറിയുമ്പോൾ പിന്നെ നമുക്ക് ഈ ഞാനെന്ന ഭാവം അങ്ങ് മാറും. പിന്നെ നമ്മുടെ ഒൺലി ഫോർ ഇന്ററാക്ഷന് വേണ്ടി ഞാനെന്ന് ഉപയോഗിക്കും. അല്ലാതെ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലയോ, എന്നെ കൊണ്ടാണ് ഇതൊക്കെ സാധിച്ചത്, ഞാൻ ഈ അഹങ്കാര ഭാവം ഉണ്ടല്ലോ, അത് മാറും. പിന്നെ ഈ ഞാൻ അവശേഷിക്കും. ഏത് ഞാൻ അവശേഷിക്കും? ഞാൻ പറയുന്നു, ഞാൻ പോയി, എനിക്ക് വിശക്കുന്നു, അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കാം. അതേസമയത്ത് നമ്മൾ ഞാൻ അതിനുവേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ മിടുക്കാണ്. ഇപ്പം നമ്മൾ വീടുകളിൽ പറയും,
ഭാര്യ ഭർത്താവ് വീട്ടിൽ നിന്ന് അപ്പോഴേ ഞാൻ പറഞ്ഞതാ. എന്തെങ്കിലും നല്ലത് സംഭവിച്ചാലോ ഞാൻ കാരണമാണ്, ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ട് ശരിയായി. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ ഞാനല്ല, നീ പറഞ്ഞിട്ടാ. അപ്പൊ ഈ ഞാനെന്ന ഭാവമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ഈ ഞാനെന്ന ഭാവമാണ് എൻ്റെ വികാരത്തിന് അടിമപ്പെട്ട് സുഖിയായിട്ടും ദുഃഖിയായിട്ടും പോകുന്നത്. അപ്പൊ നമ്മൾ ഈ സാധനാക്രമത്തിലൂടെ സ്ഥിതപ്രജ്ഞ വെച്ചാൽ ആത്മസംയമനം പരിശീലിക്കുന്നതിലൂടെ ഈ അഹങ്കാരം മിഥ്യാന്ന് തിരിച്ചറിയാൻ ആത്മാവാണ് സത്യം നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ. മിഥ്യയായ അഹങ്കാരം തള്ളിക്കളഞ്ഞാൽ സത്യാനുഭൂതി ആത്മസാക്ഷാത്കാരം നേടാം. അതിനുള്ള സുഗമമായ മാർഗമാണ് ഗീതയിലെ കർമ്മയോഗം. ഇതിന് പല രീതിയിലുണ്ട്. പല ഓരോരുത്തരുടെയും സംസ്കാരം സ്വഭാവം അനുസരിച്ച് പല രീതിയിലുണ്ട്. കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, ഇങ്ങനെയൊക്കെ. അപ്പം അതിലൊന്ന് മെയിനായിട്ട് ഇതിലെ കർമ്മയോഗമാണ്. കാരണം എല്ലാവരും കർമ്മങ്ങളിൽ കൂടാണ് പിന്നെ പൊതുവേ ഉള്ളത്. കർമ്മയോഗം കാമരാഗങ്ങളോ അഭിമാനമോ ഇല്ലാതെ നിസ്സംഗഭാവത്തിൽ കർമ്മം ചെയ്യുമ്പോൾ അഹങ്കാരത്തിന് തലപൊക്കാൻ ഇടകിട്ടത്തില്ല. ആത്മാനുഭൂതിക്കുള്ള സാഹചര്യങ്ങളും ഒത്തുവരികയും ചെയ്യും. വേദാന്ത സാധനയായ ധ്യാനത്തിന്റെ ഫലം തന്നെ കർമ്മയോഗം കൊണ്ട് നേടാം. ഇപ്പൊ നമ്മൾ ഈ ധ്യാനത്തിൽ കൂടെ പോകുന്നതിനനുസരിച്ച് അത് കർമ്മയോഗം കൊണ്ടും സാധിക്കാൻ പറ്റും. കാരണം നമ്മളൊക്കെ ഓരോ മാർഗങ്ങളായത്, പക്ഷെ എല്ലാം കമ്പൈൻഡ് ആണ്, ഒന്നും സെപ്പറേറ്റ് മാർഗങ്ങൾ. എല്ലാം നമ്മൾ അവസാനം ഈ ജ്ഞാനത്തിൽ കൂടെ ഏത് മാർഗത്തിൽ കൂടെ വന്നാലും ഈ അറിവ് എന്നുവെച്ചാൽ പരമാത്മ ചൈതന്യത്തെ കുറിച്ചുള്ള അറിവ് അനുഭവമായി ലയിക്കുക. അതാണ് ശ്രവണം, മനനം, നിധിധ്യാസനം. വെച്ചാല് ഞാൻ ഈ പരമാത്മ ജ്ഞാനത്തെ കുറിച്ച് അറിയുന്നു, അത് പിന്നെ എൻ്റെ അനുഭവമായി മാറും. ധ്യാനത്തിന്റെ ഫലം തന്നെ കർമ്മയോഗം. ഇത് വേണ്ട പോലെ മനസ്സിലാക്കാൻ കഴിയാത്ത അർജുന്റെ ഇത് അടുത്ത ഈ കർമ്മയോഗം എങ്ങനെയാണെന്നുള്ള ഒരു കൺഫ്യൂഷനോട്ട് വരുമ്പോഴാണ് കർമ്മയോഗത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അർജുനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും എങ്ങനെയാണ് ഈ യോഗം, ഈ കണക്ഷൻ, സമർപ്പണ ബുദ്ധി എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കും. ഇതുപോലെ ഭക്തിമാർഗമുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മളിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുവരെ കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു 4-5 മിനിറ്റ് ഉണ്ട്, 7 മിനിറ്റ് ഉണ്ട്. ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും തീർച്ചയായിട്ടും പറയണം. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നില്ലേ? ലൈറ്റ് നമ്മൾ ഇനി അടുത്ത ക്ലാസ് തൊട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ശ്ലോകങ്ങൾ നോക്കി തുടങ്ങാൻ നോക്കാം. ഈ സാങ്കേയോഗം തന്നെ നമ്മളിപ്പോ ഇത്രയൊക്കെ പഠിച്ച ഏതെങ്കിലും ഓരോ ക്ലാസ്സിലേ ആർക്കെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാവോ? ഓരോരുത്തർക്കും സംസാരിക്കാവോ? ഞാനായിട്ട് പറഞ്ഞില്ല, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സംസാരിക്കാം. നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഈ ശ്ലോകങ്ങളൊക്കെ എടുത്തു വെച്ച്, ഇത് വായിക്കാനല്ല, നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്നത് വരണം. അങ്ങനെ പറയാൻ പറ്റുമോ? ഉറയ്ക്കും. അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? ശ്ലോകങ്ങളല്ലേ എന്തോ നമ്മുടെ സാഖ്യയോഗത്തിൽ തന്നെ ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ശ്ലോകങ്ങളല്ലേ? ആ ശ്ലോകങ്ങളിലെ അല്ല, എന്താണ് ഗ്രഹിച്ചത്? ശ്ലോകങ്ങളിൽ കൂടെ എന്താ ഗ്രഹിച്ചെന്നുള്ളത് പറയാൻ പറ്റുമോ? ഇന്നത്തെ ക്ലാസ്സിലല്ല, നിങ്ങൾ ശരിക്കും ഒന്ന് ഗോത്രം നോക്കിയിട്ട് അടുത്ത ആഴ്ചയിലുള്ള ഓരോ ക്ലാസ്സിലും ഓരോരുത്തർക്കും കുറെ സമയം എടുത്ത് സംസാരിക്കാം. ഇപ്പൊ ഓരോരുത്തരും മനസ്സിലാക്കി പറയുമ്പോൾ മറ്റുള്ളവർക്കും കേൾക്കാം, അവർക്കും ഓരോ ക്ലാസ്സിൽ സംസാരിക്കാം. കാരണം നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മളുടെ ഉറപ്പ് വരും. അതിനുവേണ്ടി പറയുക, അല്ലാതെ ആരെയും ഞാൻ നിർബന്ധിക്കുമല്ല. താല്പര്യപ്പെടുന്നവർക്ക് പറയാം. കാരണം ഇതൊക്കെ നമ്മൾ കുറെ ശ്ലോകങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞു. എന്താ ഗ്രഹിച്ചത്? ഓരോ ശ്ലോകത്തിന്റെ ആയിട്ട് പറയണ്ട, ഓവറോൾ ഗ്രഹിച്ചത് ഒരു 5-10 മിനിറ്റോ പറയാൻ പറ്റുമെങ്കിൽ അത് ഉറയ്ക്കും. പിന്നെ ആ പറയുന്ന കാര്യം കറക്റ്റായിട്ടാണെങ്കിൽ അത് പിന്നെ ഉറയ്ക്കും. സപ്പോസ് എന്തെങ്കിലും തെറ്റായിട്ടാണെങ്കിൽ അപ്പൊ കറക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ തെറ്റ് പിന്നെ ഉണ്ടാവത്തില്ല. കറക്റ്റ് ആ ഒരു ഐഡിയ നമ്മളിൽ ഉറച്ചു കിട്ടും. അതുകൊണ്ട് വേണ്ടി പറയാം, അടുത്ത ക്ലാസ് തൊട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ഓരോരുത്തർക്കും നിങ്ങളായിട്ട് പറയുമോ? ഞാനായിട്ട് പറയും, നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലൊരു
സെൽഫ് സ്റ്റഡി പോലെ ആയിരിക്കും ഇത്. ഇതൊരു ക്ലാസ് ഒന്നുമല്ല. ഞാൻ പഠിച്ചതും ഞാൻ അറിഞ്ഞതും അനുഭവത്തിലൂടെ വന്നതൊക്കെ ഞാൻ പറയുന്നു. ഇതൊരു ക്ലാസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങളും അതിനെ ഒരു ക്ലാസ് ആയിട്ട് എടുക്കരുത്. നിങ്ങൾക്കും ഗ്രഹിച്ചത് പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഞാൻ പറയുന്ന രീതിയിലായിരിക്കും ഓരോരുത്തർക്കും ഓരോ രീതിയിൽ പറയാം. ഇത് കാര്യങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയും പറയാം, പ്രസന്റ് ചെയ്യാം. പക്ഷെ പ്രിൻസിപ്പിൾ മാറത്തില്ലല്ലോ. അങ്ങനെ താല്പര്യമുണ്ടോ? ചന്ദ്രലേക്ക് ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ പറയാൻ എനിക്ക് പറ്റുമോ? ശ്രീകുട്ടാണൻ പറയുമ്പം അണ്ണന്റെ ആ പ്രവർത്തന മേഖലയിലെ ഫീൽഡിലെ അതുമായിട്ട് എക്സാമ്പിൾ കണക്ട് ചെയ്ത് പറയും. ഇതേപോലെ ഓരോരുത്തർ ഓരോ ഫീൽഡിലുള്ളവരും അവരുടെ ഫീൽഡുമായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോഴും എല്ലാവർക്കും നന്നായിട്ട് ആ ഫീൽഡിലുള്ളവർക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അതെ, അപ്പൊ അങ്ങനെ എനിക്കാ തോന്നുന്നത്. അപ്പൊ അങ്ങനെ എല്ലാവരും പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടും അതെ. തന്നെയല്ല, നമുക്കൊരു ഇന്ററാക്റ്റീവ് ആകുമ്പോൾ കൂടുതൽ ഇതിലോട്ട് നമ്മൾ ശരിക്കും മനസ്സ് ശരിയാവും. അല്ലാതെ കാണാതെ പഠിച്ചിട്ട് കാണാതെ പഠിക്കേണ്ട സംഗതി അല്ല ഇത്. ഗ്രഹിക്കുക, ഇതെന്താണ് പറഞ്ഞ് ഗ്രഹിച്ചിട്ട് ആ ഗ്രഹിച്ചത് പറയുമ്പോഴേ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അപ്പം പറയാം. അപ്പൊ അത് ഉറച്ചു കിട്ടും. പിന്നെ ഒന്നും അതിൽ പറഞ്ഞ ഇപ്പം ഗീത എപ്പോഴും നമ്മൾ കുറെ കഴിയുമ്പോഴല്ലോ, ഇതിനകത്തില് വേറെ എവിടെയോ പറയും, ഞാൻ എവിടെ കണ്ടു ഈ ഗീത നമ്മൾ ഈ ഗീത ബുക്ക് നമ്മൾ പണ്ടൊക്കെ എങ്ങനെ ഇത് കെട്ടി പൊതിഞ്ഞ് വെക്കും, പൂജാറമ്പി വെക്കും. നമ്മൾ ഇതിനെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ ബുക്കിന് പിന്നെ ഒരു ഇമ്പോർട്ടൻസും ഇല്ല. അത് സത്യമാണ്. ഇതൊരു ഒരു ശ്ലോകത്തിലുണ്ടല്ലോ, എന്തുവാ, ഈ ജലാശയം, കിണറും കുളങ്ങളും എല്ലാം വെള്ളം കൊണ്ടങ്ങ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുളത്തിന്റെയോ കിണറിന്റെയോ വല്ല ഉപയോഗമുണ്ടോ? പിന്നെ എല്ലാം എന്ന് പറയുന്ന പോലെ നമ്മൾ ഇതിനെല്ലാം അറിഞ്ഞ് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ബുക്കിന് പ്രസക്തിയില്ല. ഗീത ഉൾക്കൊള്ളുക എന്നുള്ളതാ. അല്ല നമ്മളിങ്ങനെ ആ ബുക്കിനെ ഒരു വലിയ പവിത്രമായ ഗ്രന്ഥം പോലെ പൊതിഞ്ഞു വെച്ചിരിക്കുക, ഒന്നും പഠിക്കത്തുമില്ല. പൂജ സമയത്ത് കൊണ്ടുവന്ന് പൂജ വെക്കും, നമ്മൾ തൊട്ടു തൊഴും. നമ്മൾ ഇതിനെ സ്വന്തം ജീവിതത്തിലോട്ട് പകർത്താനുള്ളതായത്. അപ്പം നമുക്ക് അടുത്ത ആഴ്ച തൊട്ട് ഓരോരുത്തരും എല്ലാവരും ശ്രമിക്കണേ. നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയത് ഒക്കെ എന്തൊക്കെ മനസ്സിലാക്കിയോ ഒന്ന് പറയാൻ ശ്രമിക്കാൻ അങ്ങനെ താല്പര്യമുണ്ടോ? ചന്ദ്രനിലേക്ക് പറയാമല്ലോ, ഇല്ലയോ? ഒരു ദിവസം ഷീബയ്ക്ക് എങ്ങനെ പറയാൻ താല്പര്യമുണ്ടോ? ശ്രമിച്ചു നോക്കാം സാറേ, ശ്രമിക്കാം. അതേ ഉള്ളൂ. അല്ലാതെ അത് പെർഫെക്ഷൻ ആവണമെന്നില്ല, അങ്ങനെ വിചാരിക്കരുത്. മഞ്ജുവിന് പറയാമല്ലോ, ഇല്ലയോ? പറയാം. ഗീത ചേച്ചിക്കോ? കേട്ടോണ്ടിരുന്നോളാം. പറയാൻ എനിക്ക് തെറ്റുന്നോണ്ട് ഒരു കുഴപ്പമില്ല. അല്ല, കേട്ടോണ്ടിരുന്നോളാം. നിങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവുമല്ലോ. കേട്ടോണ്ടിരിക്കാൻ നമുക്ക് ഉറക്കം വരും. ഉറങ്ങത്തൊന്നുമില്ല, മനസ്സിലാക്കിയോളാം. എനിക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഇതിനകത്ത് ഒരാൾ ഇങ്ങനെ കേട്ടിരുന്ന് ഉറങ്ങുന്നുണ്ട്, താരാട്ട് പോലെ. അത് ഞാൻ പേര് പറയത്തില്ല. അശ്വതിക്കോ? അശ്വതി പോയെന്ന് തോന്നുന്നു. അശ്വതി ചോദിക്കാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് പോയായിരിക്കും. ലേഖ ചേച്ചിക്ക് പറയാൻ പറ്റുമോ? ലേഖ ചേച്ചി ഏതെങ്കിലും ഒരു സമയം, ഏതെങ്കിലും ഒരു ദിവസം നോക്കിയിട്ടെ നോക്കാം. ലേഖ ചേച്ചി കൂടുതൽ അറിയാം, നേരത്തെ ഗീത പഠിച്ചില്ലോ, അന്നേരം മറ്റുള്ളവർക്കും കൂടെ ഒരു ഇതായിരിക്കുമല്ലോ. ഇപ്പൊ ഞാനൊരു ആംഗിളിൽ പറയുന്നു, പല രീതിയിൽ പറയാമല്ലോ. ഇതുപോലല്ലോ ചേച്ചി പറയണം. അപ്പൊ നോക്കാം. ഓ, ലത കുഞ്ഞമ്മയോ? മ്യൂട്ടിലാന്ന് തോന്നുന്നു. അതെ, അശ്വതിക്ക് പറയാൻ പറ്റുമോ? അശ്വതി കേൾക്കുന്നുണ്ടോ? ശരി, നമുക്ക് സമയമായി. നമുക്ക് നാളെ മൺഡേ മീറ്റ് ചെയ്യാം.